ജനങ്ങൾ സ്നേഹത്തിന്റെ കാര്യത്തിൽ 4 തരക്കാരാണ്. ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നേയില്ല. അവന്റെ സ്നേഹം അവന്റെ ദേഹേച്ഛയോടാണ്. അവരാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ. അവന്റെ ഇലാഹാരാണ്, അവന്റെ ദേഹേച്ഛയാണ്, അവന്റെ തോന്നിവാസമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തന്റെ സ്വന്തം ഹവയെ ഇലാഹാക്കിയവനെ നിങ്ങൾ കാണുന്നില്ലേ? അവന്റെ ഇലാഹാരാണ്, ഹവയാണ്, ദേഹേച്ഛയാണ്. അവൻ അവനെ തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലരെ സ്നേഹിക്കുന്നുണ്ട്. അവ മുസ്ലിമാണോ മുശ്രിക്കാണോ? മുശ്രിക്കാണ്. വേറെ ചില ആളുകൾ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നുണ്ട്. മുസ്ലിമാണോ മുശ്രിക്കാണോ? അവൻ മുശ്രിക്കാണ്. വേറെ ചിലർ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ യാതൊരു വസ്തുവിനെയും സ്നേഹിക്കുന്നില്ല. അള്ളാഹു ഖുർആൻ ഈ ആയത്തിൽ തന്നെ പറഞ്ഞതുപോലെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അവർക്ക് ഏറ്റവും കഠിനമായ സ്നേഹം അള്ളാഹുവിനോടാണ്. അവനാണ് ആര്? മുസ്ലിമായ മുവഹിദായ മനുഷ്യൻ. ഈ പറഞ്ഞ സ്നേഹത്തിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. നമ്മളെല്ലാവരുടെയും സ്നേഹം ഒരുപോലെയാണോ? ഓരോരുത്തരുടെയും സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും.